നമസ്കാരം. മലയാളികളുടെ ഇഷ്ടനായികയായ കാവ്യ മാധവൻ വിവാഹത്തിന് ശേഷമാണ് സിനിമയിൽ നിന്ന് വിട്ടുനിന്നത്. എന്നാൽ വിവാഹബന്ധം ഒരുപാട് നീണ്ടു നിന്നില്ല. കാവ്യ ഭർത്താവുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുകയും പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ദിലീപ് മഞ്ജു വാര്യരുമായി വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം കാവ്യ മാധവനെ വിവാഹം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ കാവ്യ മാധവൻ ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ നേരെ ചൊവ്വ എന്ന പരിപാടിയിൽ സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുമായൊക്കെ ജീവിക്കുക, അങ്ങനെയുള്ളവർ ജീവിതമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ജനിച്ചത് എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊരു കാര്യം ജീവിതത്തിലുണ്ടായി. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കാം ഇനി ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിരുന്നില്ല. ദൈവമായിട്ട് എന്നെ കൊണ്ടങ്ങനെ പറയിപ്പിക്കാത്തതായിരിക്കാം എന്നാണ് കാവ്യ പറഞ്ഞത്. തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും ചേട്ടനും മറ്റു ബന്ധുക്കളും സിനിമയിൽ നിന്നുള്ള ചുരുക്കം ആളുകളും തൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരുമാണ് എന്ന് കാവ്യ പറഞ്ഞിരുന്നു. ഫീൽഡിൽ നിന്നുള്ളവർ മാറി നിന്ന് കുറ്റം പറഞ്ഞവരുമുണ്ടെന്ന് കാവ്യ പറഞ്ഞു. സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ പേടിയുണ്ടായിരുന്നുവെന്ന് കാവ്യ പറയുന്നുണ്ട്. ജനങ്ങളുടെ അംഗീകാരം എനിക്ക് ഒപ്പമുണ്ടായിരുന്നു എന്നതാണ് എൻ്റെ അസറ്റ്. അത് പോയോ, ആൾക്കാർക്ക് എന്താണ് സംഭവമെന്ന് അറിയില്ലല്ലോ. എന്നെ തെറ്റുകാരിയായിട്ടാണോ ആളുകൾ കാണുന്നത്? ഇനി അഭിനയിച്ചു തുടങ്ങിയാൽ നല്ല സമയമായിരിക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു എന്നാണ് കാവ്യ പറയുന്നത്. കാവ്യയുടെ വിവാഹമോചനത്തിന് ദിലീപിന് പങ്കുണ്ട് എന്ന ചോദ്യത്തിനും കാവ്യ മറുപടി പറയുന്നുണ്ട്. ദിലീപേട്ടനെ അതിൽ ഉൾപ്പെടുത്തുന്നതിൽ വളരെയധികം വിഷമമുണ്ട്. പല ആളുകളും പല കാരണങ്ങളും പറയുന്നുണ്ട്. തെളിവ് സഹിതം ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ദിലീപേട്ടനെ പോലെയുള്ള ആളെ അതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. എൻ്റെ കരിയർ ഞാൻ വീണ്ടും തുടങ്ങിയപ്പോൾ വളരെയധികം പിന്തുണച്ചവരാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും. എനിക്ക് തോന്നുന്നത് ദിലീപേട്ടനേക്കാളും പിന്തുണച്ചത് മഞ്ജു ചേച്ചിയാണ്. എൻ്റെ വിഷമങ്ങൾ ഞാൻ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളതും മഞ്ജു ചേച്ചിയോടാണ്. സിനിമയിലുള്ള ആളെന്ന നിലയ്ക്ക് കാവ്യ പറയുന്നു. ദിലീപിന് വേണ്ടി ഭർത്താവിനെ ഒഴിവാക്കി, ഇവൾക്ക് വേണ്ടി ദിലീപ് ഭാര്യയെ ഒഴിവാക്കി. പക്ഷേ ദൈവം വെറുതെ വിട്ടില്ല. ഇത് ആദ്യമായി സംരക്ഷണം ചെയ്തപ്പോൾ ഒരുപാട് വേദനയോടെ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ദേഷ്യം തോന്നുന്നു. പാവം മഞ്ജു, ചതിച്ചവരെ ഒരിക്കലും ദൈവം കൈവിടിയില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ, എല്ലാം ഒരു നാടകം പോലെ. കാവ്യയുടെ മുഖത്തെ സന്തോഷമൊക്കെ ഒരു അഭിനയം പോലെയെന്ന് അന്നേ തോന്നിയിരുന്നു. എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ.